ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നൽകിയ കർത്താവിനെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുമെന്ന ഭയം കാരണം നമ്മുടെ കഴിവുകളെയും ആഗ്രഹങ്ങളെയും മൂടിവെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതി വിജയിക്കേണ്ട മേഖലയിൽ പോലും ഒതുങ്ങിക്കൂടി ജീവിച്ച് നമ്മൾ മടുത്തുപോയോ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഇരുളടഞ്ഞ ഈ ലോകത്തിൽ വെറുമൊരു കാഴ്ചക്കാരനായി ജീവിക്കാനല്ല, മറിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന വലിയൊരു വെളിച്ചമായി ഉയർന്നു നിൽക്കാനാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് ഓർമ്മിപ്പിക്കുന്ന അതിമഹത്തായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 5:14 വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. തങ്ങൾ എളിയവരാണെന്ന് കരുതി ജീവിച്ച മനുഷ്യരുടെ ഉള്ളിലെ യഥാർത്ഥ മൂല്യത്തെയും അധികാരത്തെയും ഉണർത്തിയ പശ്ചാത്തലമാണിത്. യേശുക്രിസ്തു തൻ്റെ പ്രസിദ്ധമായ ഗ്രീക്ക് പ്രഭാഷണത്തിൽ വെച്ചാണ് ഈ വാക്കുകൾ അരുളി ചെയ്യുന്നത്. ഒരു സാധാരണക്കാരായ ജനക്കൂട്ടത്തോടാണ് യേശു സംസാരിക്കുന്നത്. മീൻപിടുത്തക്കാർ, സാധാരണ തൊഴിലാളികൾ, അങ്ങനെ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്തവരോട്. പണ്ട് കാലത്ത് ഇസ്രായേലിലെ നഗരങ്ങൾ നിർമ്മിച്ചിരുന്നത് മലമുകളിലായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ നഗരങ്ങളിൽ വിളക്കുകൾ തെളിയുമ്പോൾ കിലോമീറ്ററുകൾ അകലെയുള്ള യാത്രക്കാർക്ക് വഴി കാണിക്കുന്ന വലിയൊരു വെളിച്ചമായി ആ മലനിരകൾ മാറുമായിരുന്നു. ആ ഒരു മനോഹരമായ കാഴ്ചയെ മുൻനിർത്തി കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്: നിങ്ങൾ വെറും സാധാരണക്കാരല്ല, നിങ്ങൾ മലമുകളിലിരിക്കുന്ന ഒരു വലിയ നഗരം പോലെയാണ്. നിങ്ങൾക്കൊരിക്കലും ഒളിച്ചിരിക്കാൻ കഴിയില്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഐഡന്റിറ്റി എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നതാണ്. യേശു ഇവിടെ പറഞ്ഞു നിങ്ങൾ വെളിച്ചമാകാൻ ശ്രമിക്കണം എന്നല്ല, മറിച്ച് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഇതൊരു നിർദ്ദേശം മാത്രമല്ല, ഇതൊരു തിരിച്ചറിയലാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മുറിയിലേക്ക് വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകും. ഇതുപോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ ഉള്ളിലെ ദൈവിക നന്മകളും ഈ ലോകത്തെ സ്വാധീനിക്കേണ്ടവയാണ്. എന്നാൽ ഇന്ന് പലരും പരാജയങ്ങളെ ഭയന്നും വിമർശനങ്ങളെ ഭയന്നും തങ്ങളുടെ വെളിച്ചത്തെ മൂടി വച്ചിരിക്കുകയാണ്. പല കഴിവുകളും മൂടി വച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ഒരു മലമുകളിൽ ഇരിക്കുന്ന നഗരം എത്ര ശക്തമായ കാറ്റടിച്ചാലും മാറ്റമില്ലാതെ തലയുയർത്തി നിൽക്കുന്നത് പോലെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്ന ഒരു ലീഡറാകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വെളിച്ചത്തെ ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രകാശം ഇരുട്ടിന് നീക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ പ്രകാശം എന്ന് വിളിച്ചു. പ്രകാശത്തിന്റെ പ്രധാന ദൗത്യം എന്താ? ഇരുട്ടിനെ നീക്കുക എന്നതാണ്. ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു ചെറിയ വിളക്ക് തെളിച്ചാൽ പോലും ഇരുട്ട് പിന്നോട്ട് പോകും. നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. അതുപോലെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം. സത്യത്തിന്റെ പ്രകാശം പരത്തണം, സ്നേഹത്തിന്റെ പ്രകാശം പരത്തണം, പ്രത്യാശയുടെ പ്രകാശം പരത്തണം, വിശ്വാസത്തിന്റെ പ്രകാശം പരത്തണം. ഇന്ന് ലോകം പലവിധ ഇരുട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു. ഭയത്തിന്റെ ഇരുട്ട്, നിരാശയുടെ ഇരുട്ട്, പാപത്തിന്റെ ഇരുട്ട്, സ്വാർത്ഥതയുടെ ഇരുട്ട്. ഈ ഇരുട്ടുകളിലേക്ക് ദൈവം നമ്മെ പ്രകാശമായി അയച്ചിരിക്കുകയാണ്. രണ്ടാമതായി, പ്രകാശം വഴികാട്ടുന്നു. ഒരു കപ്പൽ രാത്രിയിൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധാരണ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ വെളിച്ചം അതിനൊരു വഴി കാണിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ദർശനമാകണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വിശ്വാസം, ഇവയെല്ലാം മറ്റുള്ളവർക്ക് ഒരു ശരിയായ മാതൃകയായി കാണിക്കണം. ആളുകൾ ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വചനം പഠിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മുടെ ജീവിതമാണ് വായിക്കുന്നത്, പഠിക്കുന്നത്. അതിൽ നമ്മുടെ ജീവിതം യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. മൂന്നാമതായി, പ്രകാശം മറച്ചു വയ്ക്കാൻ പാടില്ല. യേശു പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുകയില്ല. ഒരു നഗരം മലമുകളിൽ സ്ഥാപിച്ചാൽ അതെല്ലാവർക്കും കാണാൻ സാധിക്കും. അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. നാം നമ്മുടെ വിശ്വാസം ധൈര്യത്തോടെ ജീവിച്ചു കാണിക്കണം. പ്രാർത്ഥനയിലും സ്നേഹത്തിലും സേവനത്തിലും സത്യസന്ധതയിലും നാം യേശുവിൻ്റെ സാക്ഷികളാകണം. ദൈവം നമ്മെ പ്രകാശമാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. 4, പ്രകാശമാകാൻ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? യേശുവിനോട് ചേർന്നിരിക്കണം. ചന്ദ്രന് സ്വന്തമായ വെളിച്ചമില്ല, അത് സൂര്യൻ്റെ വെളിച്ചമാണ് പ്രതിഫലിപ്പിക്കുന്നത്.
അതുപോലെ നമുക്കും സ്വന്തമായ ആത്മീയ പ്രകാശമില്ല. നമ്മുടെ പ്രകാശം യേശു ക്രിസ്തുവിൽ നിന്നാണ്. യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നാം യേശുവിനോട് അകന്നു നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം പ്രകാശം ഇല്ലാതിരിക്കുകയുള്ളൂ. നാം കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന, ദൈവവചനം, ആരാധന, വിശ്വാസ ജീവിതം ഇവയാണ് നമ്മുടെ ആത്മീയ പ്രകാശത്തെ നിലനിർത്തുന്നത്. അഞ്ചാമതായിട്ട്, ചെറിയ പ്രകാശത്തിന് വലിയ സ്വാധീനമുണ്ട്. ഒരു ചെറിയ മെഴുകുതിരിക്ക് പോലും വലിയ ഇരുട്ടിനെ വെല്ലുവിളിക്കാൻ കഴിയും. അതിനാൽ ഞാൻ ചെറിയ ഒരാളാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രാർത്ഥന, ഒരു സഹായം, ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ പ്രോത്സാഹനം, അതായിരിക്കും ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും സാധാരണ മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത്. അവസാനമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതം ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തും. മത്തായി 5:16 പറയുന്നത്, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ നല്ല പ്രവർത്തികൾ ആളുകളെ നമ്മെ പുകഴ്ത്താൻ വേണ്ടിയല്ല, അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം പറയേണ്ടത്, എന്നെ നോക്കരുത്, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നോക്കൂ എന്നതാണ്. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഈ ഇരുണ്ട ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വെളിച്ചമായി മാറുകയും നമ്മെ മലമുകളിലെ നഗരമാക്കി മാറ്റുകയും ചെയ്തവനാണ്. അവൻ്റെ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഇനി സാഹചര്യങ്ങൾ കണ്ട് ഭയന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായി നമ്മുടെ മേഖലകളിൽ മുന്നോട്ട് വരിക. നമ്മുടെ വെളിച്ചം ലോകം കാണട്ടെ. ഈ വചനം നമ്മെ ഒരു മഹത്തായ സത്യം ഓർമ്മിപ്പിക്കുന്നു. നാം ഇരുട്ടിനെ കുറിച്ച് പരാതിപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല, ഇരുട്ടിൽ പ്രകാശിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിന് കൂടുതൽ പ്രത്യാശ വേണം, കൂടുതൽ സ്നേഹം വേണം, കൂടുതൽ സത്യം വേണം, കൂടുതൽ ദൈവിക പ്രകാശം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ ഇപ്പോൾ വിളിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതം യേശുവിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും നാം യേശുവിൻ്റെ പ്രകാശമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന നല്ല സമയത്തിനായി നിന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ഒരു ദിവസം കൂടെ, ഒരു സാഹചര്യം കൂടെ ഒരുക്കി നൽകിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ. അവരെ ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റണമേ കർത്താവേ. അവരുടെ കുറവുകളും കർത്താവെ കഴിവുകേടുകളും ഒന്നും കണക്കിലെടുക്കാതെ സമൃദ്ധമായി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ പ്രകാശമാക്കി ലോകത്തിൻ്റെ അനുഗ്രഹമാക്കി അവരുടെ ജീവിതം നീ മാറ്റണമേ. അവരെ കണ്ട് മറ്റുള്ളവർ പഠിക്കുവാൻ തക്കവണ്ണം അവൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, അവനോട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്ന് പറയുവാൻ തക്കവണ്ണം എല്ലാവരുടെയും ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ കർത്താവേ. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവേ, നിന്റെ കൃപ മൂലം അവരെ അനുഗ്രഹിക്കാനായിട്ട് നിനക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുള്ള സർവ്വ പാപങ്ങളും പുറത്ത് കർത്താവേ പുതിയ സൃഷ്ടികളായി ഞങ്ങളെല്ലാവരെയും നീ ജീവിപ്പിക്കണമേ കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ പദ്ധതികളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഇപ്പോൾ തന്നെ ഭരമേൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ, സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിന്റെ ചെറിയൻ മറവിൽ അവരെ മറയ്ക്കണമേ കർത്താവെ. അവർക്ക് എല്ലാം ദാനമായി നൽകി കർത്താവെ അവർ പരിപാലിച്ച് അവരുടെ വേദനകളെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും നൽകി ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, ഈ ലോകത്തിൻ്റെ പ്രകാശമായി അവരുടെ ജീവിതത്തെ നീ മാറ്റണമേ കർത്താവെ. എത്ര വലിയ അന്ധകാരത്തിലാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളിലാണെങ്കിലും ഇനി ജീവിതം മുമ്പോട്ടില്ല എന്ന് കരുതി ജീവിക്കുന്നവരാണെങ്കിലും കർത്താവ് ഈ നിമിഷം തൊട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ പ്രകാശം നീ കൊടുക്കണമേ. അവരെ പ്രകാശമായി നീ മാറ്റണമേ. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം സകല ബലഹീനതകളെയും പോക്കി കർത്താവെ നിന്റെ ചിറകിൻ മറവിൽ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമേ.
കർത്താവെ, കഠിന വേദനകളിലൂടെ കടന്നു പോകുന്ന പല മക്കളും ഈ നിമിഷം കർത്താവെ നിൻ്റെ ഈ വചനം കേൾക്കുന്നുവല്ലോ. ആശ്വാസദായകൻ നീ മാത്രമാണ്, പ്രത്യാശ നീ മാത്രമാണ്, അനുഗ്രഹം നീ മാത്രമാണ്, നിത്യജീവിതം നീ മാത്രമാണ്. കർത്താവ് നിൻ്റെ മക്കളിൽ നിറയ്ക്കണമേ. അവരുടെ എല്ലാ വേദനകളെയും മാറ്റി ആശ്വാസത്തിൻ്റെ പുതിയൊരു ജീവിതം ഇപ്പോഴും നീ കൊടുക്കണമേ. നിൻ്റെ ചെറിയ മറവിലായിരിക്കാൻ തക്കവണ്ണം അവരെ സമൃദ്ധമായി നീ അനുഗ്രഹിക്കണമേ. അവർക്ക് കൊടുത്തിട്ടുള്ള സകലത്തെയും അങ്ങയുടെ തൃപ്പാദത്തിലെ സമർപ്പിക്കുന്നു. പിശാച് അവരെ നോക്കുവാൻ പോലും നീ അനുവദിക്കരുതേ. നിൻ്റെ ചിറകൻ മറവിൽ, നിൻ്റെ രക്തവളപ്പിൽ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ. അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെല്ലാം കർത്താവെ നീ നടത്തി കൊടുക്കണമേ. കർത്താവെ, നിൻ്റെ കൃപ നിൻ്റെ മക്കളിൽ ചൊരിഞ്ഞ് പുതിയൊരു ജീവിതം, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും നല്ലൊരു ജീവിതം കൊടുക്കണമേ. സകലവിധ വേദനകൾക്കും പരിഹാരം നീ മാത്രമാകുന്നുവല്ലോ നാഥ. നിൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഒരാളെയും വെറും കൈയോടെ നീ വിടരുത് കർത്താവേ. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന സകലരെയും നീ അഭിഷേകം ചെയ്യണമേ. സകല സാഹചര്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. അവരെ ലോകത്തിൻ്റെ വെളിച്ചമാക്കണമേ. കർത്താവെ, എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ.